ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഫൗണ്ടൻ പെന്നിൽ എങ്ങനെയാണ് ഇങ്ക് നിറച്ച് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ് നമ്മളത് കാണാൻ പോകുന്നത്. ഒരു ഫൗണ്ടൻ പെന്ന് മേടിച്ചു. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്കത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ഫൗണ്ടൻ പെൻ, അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളാരെങ്കിലും പുതിയതായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും കൊണ്ടിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നിബ്ബാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് ഓപ്പണാക്കി കഴിഞ്ഞു വെച്ചാൽ നമുക്കുള്ളിൽ റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഹീറോ പെന്നിലൊക്കെ നമ്മൾ വലിച്ച് റീഫില്ല് ചെയ്യുന്ന പോലൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ക് ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്കിൽ മുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ച് നമുക്കിതിങ്ങനെ വലിക്കുന്ന സമയത്ത് റീഫില്ലായി വരും. ഇതിനകത്തൊരു മാഗ്നറ്റല്ല, ഒരു ബോൾ, സ്റ്റീലിൻ്റെ ബോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് റീഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. കുപ്പിയിൽ നിന്നുള്ള ഇങ്ക് നമുക്കിതിൽ നിറയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മൾ വേറെ വല്ല ട്രാവലിംഗ് സമയത്ത് നമുക്ക് ഇങ്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേറൊരു ഇതാണ്. ഇതിൽ കാർട്രിഡ്ജ് കൊണ്ടൊരു റീഫില്ല് കൊടുത്തിട്ടുണ്ട് ഇങ്കിൻ്റെ. ഇത് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്ലൂ കളറിലുള്ള ഭാഗമാണ് നമുക്കിതിൽ കണക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് അതൊന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ടക്കുന്നൊരു സൗണ്ട് കേൾക്കും. ആ ടക്ക് സൗണ്ട് വന്നിട്ട് ഇത് കണക്റ്റ് ആയതിൻ്റെ ഒരു ഇതാണ്. അതിനുശേഷം നമ്മൾ നോർമൽ പോലെ തന്നെ ഒന്നിടുക. നമ്മളിപ്പോൾ ട്രാവലിംഗ് ടൈം ആണെങ്കിലും ഇങ്ക് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ കയ്യിലൊന്നും ഇങ്ക് ആവാതെ തന്നെ നമുക്കിതിൽ ഇങ്ക്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ഡിലേ ആവും തോന്നുന്നുണ്ട് ഇങ്ക് വരെ. അപ്പോൾ നമ്മുടെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എഴുതുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര നല്ല പേനയുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് നല്ല ഭംഗിയിൽ എഴുതാൻ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഭംഗിയിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പേനിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.